ഇവിടുത്തെ അടിസ്ഥാന തർക്കം ഇതല്ല. യാ ഇബാദല്ലയുടെ വ്യാഖ്യാനമല്ല, അത് കളവ് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടാമെന്ന് വിചാരിച്ചതാണ്. യാ ഇബാദല്ലയുടെ വ്യാഖ്യാനം അല്ല ഇവിടുത്തെ യഥാർത്ഥ തർക്കത്തിന്റെ മർമ്മം. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല, ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് കരുതി എന്നെ സഹായിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതിൽ ശിർക്കില്ല എന്ന വാദം എന്ത് യാ ഇബാദല്ലയാണ്? ഏത് യാ ഇബാദല്ലയാണ്? അത് യാ ഇബാദല്ലയിലെ തർക്കമാണോ? അല്ല. യാ ഇബാദല്ലക്ക് എങ്ങനെ മറുപടി പറയണം എന്ന വിഷയത്തിലെ തർക്കമാണോ? അല്ല. എന്നാൽ എന്താ സംഭവം? ഒരു ഹദീസിന്റെ വിശദീകരണം ഇസ്ലാഹിൽ വന്നതിനെടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇവർ മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞു നടന്നത്. അപ്പൊ ഒന്നു മുതൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. ആദ്യം നമ്മുടെ പേരിൽ ആരോപണ എന്ത്? ജിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നാ. എന്ത്? യാ ഇബാദല്ലാഹി എന്ന ഹദീസിനെ വിശദീകരിച്ച് ഒരു മുസ്ലിയാർക്ക് മറുപടി പറഞ്ഞ ആ ഭാഗം എടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് നമ്മുടെ മേൽ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ അതേ ചോദ്യത്തിന്റെ ഉത്തരം ചെറിയമുണ്ടം പറഞ്ഞു, അതുപോലെ തന്നെ വിശദീകരിച്ചു, അത് ശരിയാണ് എന്ന് അനുമതി പറഞ്ഞു. അങ്ങനെ ജിന്നുകൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാം, തെറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് ചെറിയമുണ്ടം പറഞ്ഞത്, തെറ്റില്ല, യാതൊരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. വീണ്ടും ശബാബ് ന്യായീകരിച്ചു, ആ മറുപടി ശ്രദ്ധേയമായി എന്ന് പറഞ്ഞു. നേരെ മറിച്ച് നിങ്ങളുടെ വാദം നിങ്ങൾക്ക് പറയാനുള്ള നട്ടലില്ല എന്നതാണ് ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത്, ഇവിടെ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരവരുടെ വേദികളിൽ എതിരാളികൾ മുന്നിലില്ലാത്ത ഘട്ടത്തിൽ ഈ രൂപത്തിൽ പുഴയിൽ വീണ ഒരാൾ കരയിലെ ജിന്നിനോട് വിളിച്ചാൽ ശിർക്കല്ല എന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ പിഴച്ച വാദത്തിന് കൂട്ടുപിടിക്കുകയാണ് ദുർബലമായി ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് വിഷയത്തിന്റെ മർമ്മമാണ് ഇവിടുത്തെ അടിസ്ഥാനം. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, പുഴയിൽ വീണ ഒരാൾ കരയിലെ ജിന്നിനെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് യാ ഇബാദല്ലയുടെ വ്യാഖ്യാനം എന്താണ് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൻ്റെ ഒരു ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല, ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ ശിർക്കാണെന്ന് എഴുതിത്താ എങ്കിൽ പിന്നെ അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോകാം. യാ ഇബാദല്ലയുടെ വ്യാഖ്യാനം നമുക്ക് ചർച്ച ചെയ്യാം. യാ ഇബാദല്ലാ എന്നത് ഞങ്ങളുടെ വിഷയത്തിൽ നിന്ന് ഞങ്ങൾ മാറ്റിവെച്ചിട്ടില്ല. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ